ഇന്റർനെറ്റ് ചുരണ്ടി നോക്കി, നോ രക്ഷ. അമ്മക്കാരെ വിളിച്ചു നോക്കി, വാട്സപ്പിൽ മുങ്ങി നോക്കി, അവിടെയും കാര്യം. അവസാനം കുടുംബത്തിലേക്ക് നോക്കി, അതൊക്കെ ഉപ്പകട വിളമ്പിയത. അവസാനം ഉപ്പ തന്നെ ശരണം. ഇവിടെ കോൺഗ്രസ് മാസ്റ്റർ, വിധികർത്താക്കളെ, ബഹുമാനപ്പെട്ട ടോസ് മാസ്റ്റർമാരെ, സഹകാവലിയന്മാരെ, വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഉപ്പ എന്റെ പഴയ മെന്ററാ. മലയാള ഡയറക്ടർ ക്ലബിൽ ചേർന്നപ്പോൾ ഞാൻ CC3-യും ഉപ്പ CC1-ഉം. അങ്ങനെ ഉപ്പാന് ഞാൻ തട്ടി. ഉപ്പ ഇപ്പോഴും ആമയുടെയും മോന്റെ കഥ ഓർത്ത് ആമ മുന്നിലാമെന്ന് വിചാരിച്ചിരിക്കുക. ഉപ്പാനോട് ഞാനൊരു നർമ്മപ്രസംഗം ചോദിച്ചു. ഉപ്പ 24 മണിക്കൂർ ഫോണിലാ. ഞാൻ വിചാരിച്ചു ആ നേരിട്ട് ചോദിക്കുന്നതിന് പകരം വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ടോസ് മാസ്റ്റർമാരൊക്കെ പറയും ഉപ്പ ഫോൺ എടുക്കുകയേ ഇല്ല. ടോസ് മാസ്റ്റർ ഹൈദർസാലി പറയും അന്റെ വാപ്പനടിച്ചിട്ട് ഒരു കാര്യമില്ല, ഫോണേ എടുക്കൂല. ടോസ് മാസ്റ്റർ വന്നിട്ടെങ്കിലും അത് കറക്റ്റ് സമയത്തിന് എത്താൻ പറ. എന്തായാലും ഉപ്പാനെടുത്തൊന്നും കിട്ടിയില്ല. ഇനി ടോസ് മാസ്റ്റർ പ്രകാശ് കാലഘട്ടത്തിന്റെ അടുത്ത് വിചാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം ഒരു മീറ്റിംഗിലാണ്. എന്തായാലും അദ്ദേഹം തിരക്കില്ല. അങ്ങനെ ടോസ് മാസ്റ്റർ ശങ്കരന്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹം കാവലിന്റെ ക്ലാസ് എടുക്കുകയാണ്. എപ്പോ സ്റ്റേജ് കയറണം നന്നായി ഇവിടെ നിന്ന് തുടങ്ങുക, പിന്നെ ഇങ്ങോട്ട്, പിന്നെ ഇങ്ങോട്ട്, അങ്ങനെ 2-2 കിലോമീറ്റർ നടക്കുക. വിചാരിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹവും തിരക്കില്ല. അങ്ങനെ ക്രിയേറ്റീവ് ഗാർഡൻ ക്ലബിന്റെ എന്റെ മെന്ററായ ടോസ് മാസ്റ്റർ റഹീമയുടെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു. അദ്ദേഹത്തെ വിളിച്ചു. ഹലോ ഇറ്റ്സ് മീ റഹീമ മുസ്തഫ. അസ്സലാമു അലൈക്കും. ഉമ്മക്ക് എങ്ങനെയാണ്? സൗഖ്യമായിരിക്കാം? എന്റെ സലാം ചൊല്ലുക. യു വാണ്ട് എ ഹ്യൂമറസ് സ്പീച്ച്? Yellow and red page, light introduction in greetings, body in yellow page and conclusion in red page. Assalamu alaikum. അങ്ങനെ പക്ഷേ ടോസ് മാസ്റ്റർ റഹീമയെ കാണുമ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാട്ടിലെ ടീച്ചറായ ടീച്ചറിന്റെ മീന മിസ്സിനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ കാണാനായി ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ കുട്ടികൾക്ക് ലോട്ടറി വിൽക്കുന്നതിനിടെ എനിക്കും കിട്ടി ഒരെണ്ണം. കാര്യം ചോദിച്ചപ്പോ കേരള ലോട്ടറി കച്ചവടം നഷ്ടമായതിനാൽ വിദ്യാലയങ്ങളിലൂടെ വിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു കേരള ദിനേശ് പേടി കച്ചവടം നഷ്ടമായുള്ള അവസ്ഥ. എന്നൊന്നും പുകയിൽ വരുന്നു, അത് റഹീമായിരിക്കും. 6 എന്നൊന്നും പുകയിൽ വരുന്നു, അത് വിനോദായിരിക്കും. ഭാസ്കരൻ മാഷും ആമിന ടീച്ചറും സഞ്ജയിക വിൽക്കുന്നതിന് പകരം പീടി വിൽക്കലായിരിക്കും പണി. 10A 6C 7D അങ്ങനെ പുകയോട് പുക, സ്കൂള് മൊത്തം പുക. ചിലപ്പോ നാട്ടുകാർ ഫയർഫോഴ്സിനെ വരെ വിളിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ കേരള പീടി പഠിച്ചത് എന്റെ വല്യപ്പ പിടിച്ച പുലിവാലി ചില്ലറയൊന്നും ഇല്ല. റോഡിൽ ബീഡി വലിച്ചതിന് വല്യപ്പനെ പോലീസ് പോയി കോടതിയിൽ ഹാജരാക്കി. ജഡ്ജി 100 രൂപ പിഴ വിധിച്ചു. പൈസ എടുക്കാനായി മുണ്ട് പൊക്കി ട്രൗസറിൽ വീശ ഇട്ടതോ കോടതിയിൽ മുണ്ട് പൊക്കിയതിന് 1000 രൂപ പിഴ. ശുഭിതരായ വല്യമ്മ പറഞ്ഞു പൈസ 2000 ഇരിക്കോളി, പൈസ മറ്റേ ഈശല. കേരള ലോട്ടറിയോ ദിനേശ് പീഡിയോ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ വാങ്ങിക്കോളും. പക്ഷെ ഇലക്കിഴിന്ന് വരണം. നിങ്ങൾക്കറിയോ എവിടെ നേരം വരികയാണ്? സെൻട്രൽ പോയിന്റിന്റെ വിലക്കിഴിവ് ദിവസം ഷട്ടർ തുറക്കുന്നതിന് മുമ്പേ അവിടെ പറ്റും കൂടെ വെക്കാതെ. നിങ്ങൾക്കറിയോ വിലക്കിഴിവിന് വാങ്ങിയ സാധനം ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുകൂടി കിടക്കുക. ഞങ്ങൾ 4 പേര് ഒന്നിച്ചു കൊള്ളുന്ന അടിവസ്ത്രങ്ങൾ വരെ അവിടെ ഉണ്ട്. ഇനി ഞങ്ങളൊരു വിലക്കിഴിവ് തുടങ്ങാൻ പോവാ. ഇതൊക്കെ കൊണ്ടുപോകണ്ടേ? എന്റെ ഉമ്മാനെ ഇപ്പൊ വിലക്കിഴിവിന് വാങ്ങിയതാ. ഉമ്മാന്റെ ഉപ്പ സെൻട്രൽ പോയിന്റിൽ വിലയിടുന്ന വിവാദത്തിന്
20 പവനാക്കി. 20-ാം വയസ്സിന് പോവാത്തതുകൊണ്ട് 70% വിലക്കട 10 പവൻ 70% കേട്ടത് ഉപ്പ ചാടി പിടിച്ച് കിട്ടി. പക്ഷെ അന്ന് തന്നെ ഒന്നിനൊന്ന് ഫ്രീ കൊടുത്ത ആളുകൾ കൊണ്ടുപോയെങ്കിൽ നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഈ പോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ മാറ്റിമറിച്ചതെന്ന്? ഉപ്പാന്റെ ഉസ്താദായ ടോസ്റ്റ് മാസ്റ്റർ ബാലു ഉപ്പാനെ ആകെ മാറ്റിമറിച്ചു. എലിയായിരുന്ന അലി പുലിയായി മാറി. സ്റ്റേജ് കണ്ട പേടിച്ചോടുന്ന ഉപ്പ സ്റ്റേജിനായി ഓടാൻ തുടങ്ങി. ഒരൊറ്റ സ്പീച്ച് മതി നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കാൻ. ഇങ്ങോട്ട് വരും, നിങ്ങൾക്കുമാകാം ടോസ്റ്റ് മാസ്റ്റർ. കാത്തിരിക്കുന്നു. 8 പോയിന്റ് സമയമായി. ശുഭരാത്രി, സുഖനിദ്ര.